സീക്രട്ട് സൊസൈറ്റീസ്. സീക്രട്ട് സൊസൈറ്റീസ്. ഈ സീക്രട്ട് സൊസൈറ്റി എന്ന് പറയുമ്പം നിന്റെ മനസ്സിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഏതൊക്കെ സംഘടന? സീക്രട്ട് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഫ്രീ മേസൺസ് ഉണ്ട്, ഇല്ലൂമിനാറ്റികളുണ്ട്, പിന്നെ പിന്നെ മേസണറി ഉണ്ട്, മൂന്നാമത്തെ സംഘടന. പിന്നെ അങ്ങനെ ഇവർ കുറേ സംഭവങ്ങളുണ്ട്. ഇവർ നല്ലവരും ഉണ്ട്, നല്ലവർ കുറച്ച് പേരേ ഉള്ളൂ. ഈ കെട്ടവരാണ് ഈ സംഭവങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത്. പൊളിറ്റിക്സിൽ അവരുടെ ഇതുണ്ട്, റിലീജിയസ്, എന്ന് വെച്ചാൽ സോഷ്യൽ, ഇവിടെ എല്ലാം ഭരിക്കുന്ന മൊത്തം അവരാ. പക്ഷെ അവരെ കുറിച്ച് ആർക്കും അറിയത്തുമില്ല. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബൈബിൾ ആണെങ്കിലും ഖുറാനാണെങ്കിലും വേദങ്ങളാണെങ്കിലും ഇവരെല്ലാം പറയുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ നിയമമുണ്ട്. ആ പ്രപഞ്ച നിയമം ശരിയായിട്ട് മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള സീക്രട്ട് സൊസൈറ്റിയാണ്. ഓക്കെ, അവർക്ക് ഇതിൻ്റെ കോറായിട്ടുള്ള എസൻസ് ആയിട്ടുള്ള കാര്യം അവർക്കറിയാം. പക്ഷെ ഒരു ബിലീഫ് ലെവലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസി റേഞ്ചിൽ കിടക്കുന്ന ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ഒന്നും ഈ ഇതിനകത്ത് പ്രതിപാദിക്കുന്ന വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന എസൻസ് ആയിട്ടുള്ള കാര്യം അറിയത്തില്ല, അല്ലെങ്കിൽ പ്രപഞ്ച നിയമങ്ങൾ അറിയത്തില്ല. അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. കാരണം അവർ ഈ ജീവിത പ്രാരാബ്ധങ്ങളിലാണ്, അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള സമയമില്ല. ഓക്കെ, എങ്ങനെ നാളെ ജീവിക്കാം, എങ്ങനെ മറ്റന്നാൾ ജീവിക്കാം, എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, എങ്ങനെ കടബാധ്യത മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ കുറച്ചുകൂടെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കാം, എങ്ങനെ ഒരു കാർ മേടിക്കാം, എങ്ങനെ സാലറി ഹൈക്ക് കിട്ടാം. സോ ഇതൊക്കെയാണ് ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം. കോമൺ മാൻ എന്ന് പറയുന്നതാണ് ഏകദേശം മോർ ദാൻ 80% ഉള്ളത്. സോ അവരുടെ ചിന്ത മുഴുവൻ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് വേദങ്ങൾ പറഞ്ഞാലും ഇനി എന്തൊക്കെ പറഞ്ഞാലും അവരതിനെക്കുറിച്ചുണ്ട്. ഇനി അവരറിഞ്ഞാൽ പോലും അതിനെക്കുറിച്ച് അവർ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യത്തില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള സീക്രട്ട് മിഷനോട് കൂടെ ഒരു സീക്രട്ട് സൊസൈറ്റി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ പണിയൊന്നുമില്ല. ഈ ജീവിത പ്രാരാബ്ദങ്ങളൊന്നും അവർക്ക് വിഷയമല്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് അവർക്കൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിനകത്തുനിന്ന് ഗെയിൻ ചെയ്യുന്നത് ക്രൂസാണ്. അവർ ഭയങ്കര പൈസ കൊയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല അവരുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് സക്സസ് ആയത് എന്നുള്ളതിൻ്റെ സീക്രട്ട് അവർ മാത്രം ഒതുക്കി വെച്ചേക്കത് പുറം ലോകത്തിൽ വിടത്തില്ല. വിട്ടാലും ആൾക്കാർക്ക് അത് താല്പര്യമില്ല. അത് അവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു ബുക്കാണ് ദ സീക്രട്ട്. എല്ലാവർക്കും ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിനകത്തുള്ള പവർ എന്താണെന്നുള്ളത് ആ ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരോ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കൊക്കെ കുറേയൊക്കെ അറിയാം. ഒരു 100 പേര് ആ സീക്രട്ട് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എത്ര പേര് പ്രാക്ടീസ് ചെയ്യും? കൂടിപ്പോയി 10 താഴെ പ്രാക്ടീസ് ചെയ്യത്തുള്ളൂ. 1-2 പേര്. അവരും കുറച്ച് കഴിയുമ്പോൾ വിട്ടു. അപ്പോൾ ഈ സീക്രട്ട് ബുക്കിനെ പ്രാക്ടീസ് ചെയ്ത് ലൈഫിനകത്ത് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത് 10,000-ൽ ചിലപ്പോൾ ഒരാളായിരിക്കും. പക്ഷേ സീക്രട്ട് ബുക്കിനകത്ത് പറയുന്ന കാര്യങ്ങൾ ബൈബിളിനകത്തും വേദങ്ങളിലും പറയുന്ന പ്രപഞ്ച നിയമങ്ങളാണ്. പക്ഷെ അതാർക്കും വേണ്ട. അത് ശരിക്കും അഡോപ്റ്റ് ചെയ്ത് അതിനെ ചേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, കാര്യങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് എത്തും. സോ ഇതൊരു സീക്രട്ട് സൊസൈറ്റിക്ക് അറിയാം. സോ അവർ അറിയാവുന്നുള്ളത് കൊണ്ടും അവർക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കൊണ്ടും അതിനെ അവർ സീക്രട്ടായിട്ട് തന്നെ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, മേ ബി നേരത്തെ പറഞ്ഞതുപോലെ ചിലർ നല്ല കാര്യങ്ങൾ ചെയ്ത് അതിനകത്തുനിന്നുള്ള നന്മ എടുക്കുന്നു, ചിലർ മോശമായ കാര്യങ്ങൾ ചെയ്ത് അതിനകത്തുനിന്നുള്ള ബെനിഫിറ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പം ഇനി അടുത്തതുപോലെ മെജോറിറ്റി മനുഷ്യരും ക്രൂക്കഡാണ്. മെജോറിറ്റി മനുഷ്യരും നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരാണ്, നന്മ ചിന്തിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ എങ്ങനെ മറ്റൊരു വ്യക്തിയെ നിലംപരിശാക്കി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ മുതലെടുത്ത് എങ്ങനെ എനിക്ക് നേട്ടം കൊയ്യാം എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും ചിന്ത. സോ ഈ പറഞ്ഞ സീക്രട്ട് മിഷൻ ഉണ്ടാക്കുന്ന സൊസൈറ്റികൾ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയും ആഗ്രഹിക്കുന്നത് തന്നെയാണ് മാൻകൈൻഡിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഈ നമ്മുടെ അടുത്ത കാലത്ത് വന്ന കൊറോണ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇതൊക്കെ അവരുടെ ഇൻവെൻഷനാണ്. അവർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ആ കൊറോണ എന്ന് പറയുന്ന കാര്യം അവർ പ്രൊപ്പഗേറ്റ് ചെയ്തു. അതിലവർ വിജയിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനകത്തുനിന്ന് അവർ വാക്സിനേഷൻ ഉണ്ടാക്കി. അതുള്ള വാക്സിനും അല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ചില ഡോക്ടർമാർ പറഞ്ഞത് എനിക്കറിയത്തില്ല, ചില ഡോക്ടർമാർ പറഞ്ഞത് ഗവൺമെൻറ് ഒരു സമയത്ത് വാക്സിനേഷൻ കമ്പൽസറി ആക്കിയപ്പോൾ വാക്സിനേഷൻ കിട്ടാതെയായി.
അപ്പോൾ വെറും ഗ്ലൂക്കോസ് വെള്ളം മാത്രം ഇഞ്ചെക്ട് ചെയ്ത് വാക്സിനേഷൻ എടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് ഡോക്ടർ തന്നെ പറയുന്നു. കാരണം വാക്സിനേഷൻ ആ സമയത്ത് കിട്ടാനില്ലായിരുന്നു ഒരു സമയത്ത്. സോ അവരെന്ത് വിചാരിക്കുന്നു, എൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചത് വാക്സിനാണ് എന്നുള്ള രീതിയിലാണ്, പക്ഷേ അത് ഗ്ലൂക്കോസ് വെള്ളമായിരുന്നു. അത് ഗ്ലൂക്കോസ് വെള്ളമാണ്. അപ്പം അവർക്ക് കാശ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി. ഓക്കെ, സോ ഇത് മാനിപ്പുലേഷനാണ്. ഇങ്ങനെയുള്ള സീക്രട്ട് മിഷൻ ചെയ്യുന്ന സൊസൈറ്റികളുടെ അല്ലെങ്കിൽ ആ വിങ്ങിൻ്റെ മാനിപ്പുലേഷനാണ് ഇങ്ങനെയുള്ള കാര്യം. ജനങ്ങളെ മുതലെടുത്ത് എങ്ങനെ ഞങ്ങൾക്ക് കാശുണ്ടാക്കാം. ഇന്ന് പല്ലിന് പ്രശ്നമില്ലാത്ത ആരുമില്ല. ഇല്ല. ഓൾമോസ്റ്റ് മോർ ദാൻ 95% ആൾക്കാർക്കും പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഈ പല്ലിന് എങ്ങനെ പ്രശ്നം വന്നത്? നമ്മൾ തേക്കുന്ന ടൂത്ത് പേസ്റ്റ് തന്നെയാണ്. നമ്മൾ തേക്കുന്ന ടൂത്ത് പേസ്റ്റിൽ തന്നെയാണ് ഈ പല്ലിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധനങ്ങൾ ഇരിക്കുന്നത്. പല്ലിന് ആ റബ്ബിങ് ഇത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലേ പോളിഷ് ചെയ്താണ് ഇടേണ്ടത്. പക്ഷെ അവർ ഇന്ന് പേസ്റ്റിനകത്ത് ഉപയോഗിക്കുന്നതെല്ലാം കുപ്പിച്ചില് പൊടിയാണ്. അയ്യോ, ഫൈനായിട്ടുള്ള കുപ്പിച്ചിലിൻ്റെ പൊടി വെച്ചിട്ടാണ് എല്ലാ പേസ്റ്റിൻ്റെയും റബ്ബിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേസ്റ്റ് എടുക്കുക. ഇന്ന് മാർക്കറ്റിനകത്ത് ഏറ്റവും ടോപ്പ് ബ്രാൻഡ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഏത് പേസ്റ്റും എടുത്തോ. ആ പേസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഈ വനിത പോലെയുള്ള കവർ വരുന്ന പേപ്പർ ഉണ്ടല്ലോ, ഐ മീൻ ബുക്ക് ഉണ്ടല്ലോ, കുറച്ച് പേസ്റ്റ് എടുത്ത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിയേ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനകത്തും സ്ക്രാച്ച് വീഴും, ആ റബ്ബ് ചെയ്ത സ്ഥലത്തുള്ള പെയിൻറ്റും പോകും. ഓക്കെ, എങ്ങനെ സ്കിന്നിനകത്ത് സ്ക്രാച്ച് വീണു? അതിനകത്ത് ഇങ്ങനെ എന്താ ഷാർപ്പായിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ സ്ക്രാച്ച് ആകത്തുള്ളൂ. ഇടേണ്ടിയിരുന്നതോ പോളിഷ്ഡ് ആയിട്ടുള്ള ഫൈൻ പാർട്ടിക്കിളാണ് ഇടേണ്ടത്. അതിനെന്ത് ഉണ്ടാകത്തില്ല, ഈ ഒരു ഷാർപ്പ് എഡ്ജ് ഉണ്ടാകത്തില്ല. അത് വെച്ചാണ് ശരിക്കും ക്ലീൻ ചെയ്യേണ്ടത്. ഉമ്മിക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രാച്ച് വിടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏജൻ്റ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഉപയോഗിക്കുന്നത് എന്താ, ഇങ്ങനെ ഷാർപ്പ് എഡ്ജുള്ള കുപ്പിച്ചില്ല് പോലെയുള്ള കല്ലിൻ്റെ പൊടി പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റിനകത്ത്. അപ്പോൾ എന്ത് കിട്ടും, കുറേ നാൾ വർഷങ്ങൾ വെച്ച് തേക്കുമ്പോൾ മിനാമ്പലിൽ നിന്ന് വീഴും, സ്ക്രാച്ച് വീണുകൊണ്ടേയിരിക്കും. അയ്യോ, അപ്പോൾ ഇതിനെ മറികടക്കാൻ അപ്പോൾ ഉമുക്കരി മാത്രം നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകും. അത് മാത്രമേ വഴിയുള്ളൂ. ഉപ്പും ഉമിക്കരി ഉപ്പും കൂടെ ഇട്ട് തേച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, പക്ഷെ അതിൻ്റെ ആ ഒരു പൊടി ഇങ്ങനെ പല്ലിൽ ഇങ്ങനെ അത് എന്താണെന്ന് ചില ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ടീം ഇതിൻ്റെ പിന്നിൽ ഇരിപ്പുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെ എനിക്ക് കാശുണ്ടാക്കാം ജനങ്ങളെ പറ്റിച്ച് എന്നുള്ളതിൻ്റെ ഒരു പ്രൊപ്പഗേഷനാണ് ടൂത്ത് പേസ്റ്റ്. അതുപോലെ തന്നെ സോപ്പും. ഇന്ന് സ്കിൻ ഡിസീസസ് വരാനുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സോപ്പിനകത്തുള്ള കെമിക്കലാണ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും അത് അങ്ങനെ ഒരിക്കലും ഓട്ടോമാറ്റിക്കലി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ, പരസ്യങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ഏറ്റവും ക്വാളിറ്റി എന്നാണ്. നന്നായി പതഞ്ഞു കഴിഞ്ഞാൽ നല്ല സോപ്പ്, നന്നായി പതഞ്ഞു കഴിഞ്ഞാൽ നല്ല പേസ്റ്റ്. പക്ഷേ ഈ പതയ്ക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് കെമിക്കലാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ പേസ്റ്റ് എടുത്ത് കുറയ്ക്കുന്ന എക്സാമ്പിൾ പറഞ്ഞതുപോലെ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഈ പേസ്റ്റിൻ്റെ ഏറ്റവും താഴെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്, പച്ച, ചുവപ്പ്, കറുപ്പ്. അപ്പോൾ പച്ചയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കെമിക്കൽ ഇല്ലെന്ന വെയ്പ്പ്. ഓക്കെ, അങ്ങനെ പച്ചയായിട്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന, അതായത് കെമിക്കൽ ഇല്ലാന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പേസ്റ്റ് എടുക്കുക, നാക്കിലറ്റത്ത് കുറച്ച് പേസ്റ്റ് എടുത്ത് വെക്കുക. ഓക്കെ, എത്ര സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റും? കുറച്ച് കഴിയുമ്പോൾ ബേണിങ് സെൻസേഷൻ, നാക്ക് നീറും. ഒരു മിനിറ്റിൽ കൂടി ഇരിക്കുകയാണെങ്കിൽ നാക്ക് പൊള്ളും. എന്തുകൊണ്ടാണ്? അതിനകത്തിരിക്കുന്ന കെമിക്കൽ, അത് കെമിക്കലാണ്. കുറച്ച് മുളക് പൊടി എടുത്ത് നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബേണിങ് സെൻസേഷൻ ഉണ്ടാകും, പക്ഷെ നാക്ക് പൊള്ളില്ല. മുളകാണെങ്കിൽ പൊള്ളത്തില്ല. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് വന്ന എരിവാണെങ്കിൽ, മുളകോ വെച്ചിട്ടുള്ള എരിവാണെന്നുണ്ടെങ്കിൽ പൊള്ളത്തില്ല, ബേണിങ് സെൻസേഷൻ ഉണ്ടാകും. പക്ഷേ പേസ്റ്റിനകത്തുള്ള ബേണിങ് സെൻസേഷൻ നാച്ചുറൽ ആയിട്ടുള്ള എലിമെൻ്റ് കൊണ്ടുള്ളതല്ല, അത് കെമിക്കലാണ്. അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാക്ക് പൊള്ളും. ഓക്കെ, സോ ഈ സാധനം നമ്മൾ 1-2 പ്രാവശ്യം ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. സോ എവറി ഡേ, ചില ആൾക്കാർ രാവിലെ വൈകുന്നേരം പല്ല് തേക്കുന്നുണ്ട്, ചില ആൾക്കാർ രാവിലെ മാത്രം പല്ല് തേക്കുന്നുണ്ട്. സോപ്പ് എവറി ഡേ നമ്മൾ ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ കെമിക്കൽസിൻ്റെ നിരന്തരമായ ഉപയോഗമാണ് പല്ല് പ്രശ്നം ഉണ്ടാകുന്നത്, സ്കിന്നിനകത്ത് റാഷസ് വരുന്നത്, സ്കിൻ ഡിസീസസ് വരുന്നതൊക്കെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാരാ? അവർ തന്നെ. ഓക്കെ, അവരുടെ മോട്ടോ ജനങ്ങൾ എന്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല, അവർക്ക് ലാഭം. അവരുടെ മോട്ടോ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. സോ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അവർക്ക് വിഷയം നോക്കുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ അവർ കൂടുതൽ റിസർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏറ്റവും കുറയ്ക്കാൻ പറ്റും, ഏത് കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള മാരകമായ വിഷയങ്ങൾ ഉപയോഗിക്കാൻ എന്തൊക്കെയാണ് ഓപ്ഷൻ, ഇതാണ് റിസർച്ച്. ഓക്കെ, സോ അവരുടെ ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൺഫെഷൻ എന്ന് പറയുന്നത്, പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് ശരിക്കും ജസ്റ്റ്
പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വരുന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ചോ അതിനകത്ത് വരുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ചോ ഒന്നും അവർ കൺസേൺഡ് അല്ല. അച്ഛാ ഇത് സെഞ്ചുറീസ് ആയിട്ട് ഇത് എന്തുവാ നിലനിന്ന് വരുന്നൊരു സംഭവമാണല്ലോ അച്ഛാ. തീർച്ചയായിട്ടും ആണ്. അയ്യോ, അവര് ഇത്രയും നാൾ അവർക്ക് പിടിച്ചിരിക്കാം, അപ്പോൾ ഇത്രയും പവറോ? അപ്പം ഇപ്പം ജോയൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും. ഒരു വലിയൊരു മാസ് കമ്മ്യൂണിറ്റി നെഗറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തി നിന്ന് പോസിറ്റീവ് അഫർമേഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മാസ് കമ്മ്യൂണിറ്റിയുടെ നെഗറ്റീവ് അഫർമേഷൻസിനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പൊട്ടിച്ച ചരിത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അച്ഛാ സൊസൈറ്റിയോട്ട് ഇറങ്ങി എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അച്ഛൻ പറഞ്ഞ അത് ഇത് ചെയ്താൽ മതി. ഈ നീ പറഞ്ഞ ആ വാക്കെന്താ? സീക്രട്ട് സൊസൈറ്റി, റൈറ്റ്? അവർ എക്സ്പോസ്ഡ് അല്ല. അവർ എക്സ്പോസ്ഡ് അല്ല. അല്ല, നമ്മളതിന് എക്സ്പോസ്ഡ് ആവണം. ഓക്കെ, നമ്മളും സീക്രട്ടായിട്ട് ചെയ്താൽ മതി, മറിഞ്ഞിരുന്ന് ചെയ്താൽ മതി. അതിൻ്റെ നമ്മളിത് പറയുമ്പം ഇതിനെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ പ്രപഞ്ചം അപ്പോയിന്റ് ചെയ്തോളൂ. നമ്മൾ മറിഞ്ഞിരുന്നാൽ മതി. സോ ഫോർ എവറിത്തിങ് ദർ ഷുഡ് ബി എൻ ആക്ഷൻ. ആക്ഷൻ ചെയ്യുന്നത് നമ്മൾ തന്നെ ആവണമെന്നില്ല, നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ആക്ഷൻ ചെയ്തോളൂ. ഇതാണ് സദ്ഗുരു പറഞ്ഞത്. നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ ആ സംഭവം രൂപപ്പെട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും പ്രപഞ്ചം മറ്റൊരാളെയും കൊണ്ട് എവിടെയെങ്കിലും ഒരു ആക്ഷൻ, നമ്മളല്ലെങ്കിൽ പോലും മറ്റൊരാൾ അവിടെ പോകും. നമ്മൾ മറിഞ്ഞിരുന്നാൽ മതി, ആ കാര്യം സംഭവിക്കുമെന്ന് പറയുമ്പോഴും ഒരു ആക്ഷൻ അവിടെ വേണം. ആ ആക്ഷനകത്ത് ചിലപ്പോൾ നമ്മൾ ഇൻവോൾവ് ആയിരിക്കത്തില്ല, മറ്റു പലരുമായിരിക്കും ഇൻവോൾവ് ആകുന്നത്. ഒരു വ്യക്തി വിചാരിച്ച ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 10 പേര് വിചാരിച്ചാലോ? അപ്പോൾ ഇതൊരു സീക്രട്ട് മെഷീനായിട്ടിരുന്നാൽ മതി. അപ്പോൾ ഒരു സീക്രട്ട് സൊസൈറ്റിക്ക് ജനങ്ങളുടെ നന്മയെ കെടുത്തിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് കോടികൾ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വലിയ സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ച് വരുമ്പോഴത്തേക്ക് അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പറ്റില്ലേ? പറ്റണം. അപ്പോൾ അതിന് ജോയൽ ഒരു ഘടകമാകണം, അതിന് ഞാനൊരു ഘടകമാകണം, എന്നെ കേൾക്കുന്ന ഹൃദയത്തിൽ നന്മ വസിക്കുന്ന ജനങ്ങൾ അതിനൊരു ഘടകമാകണം. അങ്ങനെ ഒരു 10 പേര് എണീറ്റ് വന്നാൽ മതി. മനസ്സിലായി? ഓക്കെ, ഒരു സീക്രട്ട് കമ്മ്യൂണിറ്റീസ് ഒരു 50 ഉണ്ടെങ്കിലും ഒരു 10 പേര് പോസിറ്റീവായിട്ട് നിൽക്കാനെന്നുണ്ടെങ്കിൽ അവരുടെ ഹിഡൻ ഏജൻഡകളെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ ഈ നെഗറ്റിവിറ്റിയേക്കാളും ഭയങ്കര 100 ടൈംസ് ബെറ്റർ ആണ് പോസിറ്റീവ്, അല്ലെങ്കിൽ പവർഫുൾ ആണ് പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത്. അച്ഛാ ഇത് പറയുമ്പോഴേ അച്ഛാ ഇതുവരെയൊക്കെ എൻ്റെ മൈൻഡിലോട്ട് ഇപ്പം എത്ര പേരുടെ മൈൻഡിലത് തോന്നിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് ഇപ്പം ഞാനിപ്പോൾ കേട്ട മാനിഫെസ്റ്റേഷൻ്റെ കാര്യവും ഓരോ വീഡിയോ കാണത്തില്ലേ, ഓരോ വീഡിയോ കാണുമ്പോഴും തിയറി കാണുമ്പോഴും ദിസ് ഈസ് എന്ന് വെച്ചാൽ ഇതല്ല സംതിങ് ബിയോണ്ട് അതായി കാണിക്കുന്ന മൊത്തം. ഇനിയും ഉണ്ട്. കാര്യം എന്താണെന്നറിയോ? നമ്മൾ അറിഞ്ഞതിനേക്കാൾ അറിയാത്തതാണ് കൂടുതലുള്ളത്. അറിഞ്ഞത് കുറവാണ്. സോഫാർ മാനവചരിത്രം കണ്ടിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ സീക്രട്ട് അല്ല ശരിക്കുള്ള പ്രപഞ്ചത്തിൻ്റെ സീക്രട്ട്. ഇനിയുമുണ്ട്. നമ്മൾ അവസാനം കണ്ടെത്തിയത് എന്താ? ഒരു ചെറിയൊരു ആറ്റത്തിനകത്തിരിക്കുന്ന ന്യൂക്ലിയസിനെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ ഒരു മാരക ശക്തിയെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. ഒരു വലിയൊരു എക്സ്പ്ലോഷണറി ആയിട്ടുള്ള കാര്യത്തെ വെളിയിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. അത് നാശത്തിനും ഉപയോഗിക്കാം, ഗുണത്തിനും ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയാം. ഇതുമല്ല, ഇനിയുമുണ്ട് കണ്ടെത്താനായിട്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താം. അപ്പോൾ സയൻസ് ആണ് അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ സയൻസ് അല്ല അൾട്ടിമേറ്റ്, മനുഷ്യനാണ് അൾട്ടിമേറ്റ്. മനുഷ്യൻ്റെ കപ്പാസിറ്റിയാണ് അൾട്ടിമേറ്റ്. മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം ഇപ്പോൾ നിൽക്കുന്നതുമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ശാസ്ത്രം വളരും. അപ്പോൾ ശാസ്ത്രമല്ല അൾട്ടിമേറ്റ്, മനുഷ്യനാണ് അൾട്ടിമേറ്റ്. മനുഷ്യൻ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും കൊണ്ടുവരാൻ പറ്റും. അതിനെയാണ് ശാസ്ത്രം എന്ന് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇന്ന് പ്രസൻ്റ്ലി നമുക്ക് ശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ചില പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ നമ്മുടെ പ്രൊക്ലമേഷൻ തിയറി, അഫർമേഷൻ തിയറി, ശാസ്ത്രത്തിന് എത്രത്തോളം ഇതിനകത്ത് പ്രൂഫ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം അതിന് ഇതൊന്നും ചെയ്തിട്ടില്ല. എന്താ, സർവേ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ വേറെ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് ശാസ്ത്രത്തിന് അതിനകത്ത് കോൺട്രിബ്യൂഷൻ ഒന്നും കുറവാണ്. പക്ഷേ പ്രൊക്ലമേഷന് മാനിഫെസ്റ്റേഷന് പവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അതിനാണ് പവർ കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? വളരെ കുറച്ച് ഡേറ്റ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ കിടപ്പുണ്ട് പ്രപഞ്ചത്തിനകത്ത്. അപ്പോൾ കണ്ടതൊന്നും അല്ല, കാണാൻ കിടക്കുന്നതാണ് മേൽത്തരമായ കാര്യം. അതെ, ഇത്രയും നാളും കണ്ട എക്സൈറ്റ്മെന്റ് ഇതിനും ബിയോണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് എക്സൈറ്റ്മെന്റ് അങ്ങ് ഇനി ആ സംഭവം അതാണ്, അവിടോട്ട് അങ്ങ് കാണാത്ത കാര്യത്തോട് എക്സൈറ്റ്മെന്റ് കൂടുക. തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മളൊന്നും മെനക്കിടുന്നില്ല, അതാണ് പ്രശ്നം. മെനക്കിട്ടാലേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എപ്പോഴും സയൻസ് പറയുന്ന മറ്റൊരു കാര്യമാണ് ബ്രെയിൻ കപ്പാസിറ്റിയുടെ എത്ര ശതമാനം യൂസ് ചെയ്തിരിക്കുന്നത്.
ചെറിയൊരു വളരെ ചെറിയ ശതമാനമാണ് സോഫാർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇമ്മൻസീവ് ആണെന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് ഒരു വ്യക്തി അതിനു വേണ്ടി തയ്യാറാകുന്നില്ല? തയ്യാറാകാത്ത എന്തുകൊണ്ടാണ്? അവൻ്റെ ജീവിത ചുറ്റുപാടുകൾ അവനെങ്ങനെ പിടിച്ചു വെച്ചേക്കുക, ഞെരുക്കി വെച്ചേക്കുക. സോ ഈ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് പുറത്ത് വന്നിട്ട് വേണ്ടേ അവൻ അങ്ങനെ ചിന്തിക്കാനായിട്ട്? സോ ഇങ്ങനെയുള്ള ഞെരുക്കങ്ങളിൽ നിന്ന് ആദ്യം മനുഷ്യൻ പുറത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ മൈൻഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ മൈൻഡ് പവറാണ് കൂട്ടേണ്ടത്. ഇപ്പോൾ എല്ലാവരുടെയും മൈൻഡ് വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു ഏജാണിപ്പോൾ. ഈവൻ കുഞ്ഞുങ്ങൾ പോലും ഒന്ന് പറഞ്ഞ് രണ്ടിന് പോയി ആത്മഹത്യ ചെയ്യുന്നു. അതെ, അവരുടെ മൈൻഡ് വീക്കാണ്. യുവാക്കളും അത് തന്നെ. ഒന്ന് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് പോയി. ഒന്നെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ഇത് സ്വയം ചാവുന്നു. അപ്പോൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ള മൈൻഡ് കപ്പാസിറ്റി, ആ മൈൻഡിൻ്റെ സ്ട്രെങ്ത് എന്ന് കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. സോ ഇനി അടുത്ത് വരുന്ന ഒരു തലമുറയെ നമ്മൾ മൈൻഡ് സ്ട്രെങ്ത് കൊടുത്ത് വളർത്തണം. അപ്പോഴേ സൊസൈറ്റി മാറത്തുള്ളൂ, കൾച്ചർ മാറത്തുള്ളൂ, പുരോഗമനം ഉണ്ടാകത്തുള്ളൂ, നാട് നന്നാവത്തുള്ളൂ, ഈ പറഞ്ഞതുപോലെ മേൽത്തരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകത്തുള്ളൂ. വീണ്ടും ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതൊന്നുമല്ല, ഇനി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. ആ കാര്യത്തിനകത്തേക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ജനറേഷനകത്ത് ഇനി ഈ ചേഞ്ചസ് വരണം. ഓക്കെ. ആ ഒരു എന്തോ വെച്ചാൽ അത് ഒരു പ്രത്യേക ഒരു പവർ അത് വരാനിരിക്കും. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നിക്കുന്നുണ്ട്. ആരും പറയുമൊന്നുമല്ല, പക്ഷെ അതൊരു ഡിസയർ ആയിട്ട് അങ്ങ് രൂപപ്പെടുക. കാരണം നമ്മൾ ടേസ്റ്റ് ചെയ്തു അതിനെ. അതെ, മാനിഫെസ്റ്റേഷൻ്റെ പവർ ടേസ്റ്റ് ചെയ്തു, പ്രൊക്ലമേഷൻ്റെ പവറിനെ ടേസ്റ്റ് ചെയ്തു, റിസൾട്ട് കാണുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇതല്ല ഇനിയും ഉണ്ട് എന്നുള്ളത്. ഈ ഒരു കാര്യം ടേസ്റ്റ് ചെയ്തവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ടേസ്റ്റ് ചെയ്യാത്തവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. സോ മിനി ഒത്തിരി കാര്യങ്ങൾ ഇത്തരത്തിൽ വായിച്ച് മനസ്സിലാക്കാതെ, കേട്ട് മനസ്സിലാക്കാതെയുള്ള കാര്യങ്ങൾ വേറെ അൺഎക്സ്പോസ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. അവരെ ഗ്രാബ് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവരണം. സെഞ്ച്വറീസ് ആയിട്ട് ഇത് മറഞ്ഞു കിടക്കുന്നെങ്കിൽ ഇപ്പം അത് റിവീൽ ചെയ്യാൻ സെഞ്ച്വറീസ് ആയിട്ട് ഇപ്പം ഏൻഷ്യൻസ് അറിയത്തില്ല. അവരാണ് പല സംഭവങ്ങളും, അവർക്കറിയാം പല രഹസ്യങ്ങളും. പക്ഷേ ഏൻഷ്യൻസിൻ്റെ പോലും ഒരു പക്ഷേ വെളിപ്പെടാത്ത സംഭവം സെഞ്ച്വറീസ് ആയിട്ട് മറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഇനിയും വെളിപ്പെടാതിരിക്കുന്ന പോലെ എന്തോ ഒരു ഉണ്ട്. ഇനി രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു കഴിഞ്ഞ യുഗത്തിനകത്ത്, ഈ വേദങ്ങളിലൊക്കെ ഈ ത്രടായുഗം എന്നൊക്കെ പറയും, ആ യുഗത്തിനകത്ത് വെളിപ്പെട്ട് കെട്ടിയ കാര്യങ്ങൾ ഇന്ന് അജ്ഞാതമായിട്ടിരിക്കുന്നതുണ്ട്. അവർക്ക് മഴമേഘങ്ങൾ സഞ്ചരിക്കുന്ന പാത്തറിയാം. മഴമേഘങ്ങൾ സഞ്ചരിക്കുന്ന പാത്തറിയാം. ഇൻസ്ട്രുമെന്റ്സ് ഇല്ല. ഈ കാലത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനകത്ത് എന്തോരം ഇൻസ്ട്രുമെന്റ്സ്, ടെക്നോളജിയാണ് ഉള്ളത്. പക്ഷെ മഴമേഘങ്ങൾ സഞ്ചരിക്കുന്ന പാത്ത് അവർ പറയുന്നത് പലപ്പോഴും പ്രഡിക്ഷൻ തെറ്റാറുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ പാത്ത് അവർക്ക് മനസ്സിലാക്കിയിരുന്നു. അതാണ് ആകാശഗംഗ എന്നൊക്കെ പറയുന്ന പേരിനകത്ത് വേദങ്ങളിലൊക്കെ പറയുന്നത്. അത് ഈ മഴമേഘത്തിൻ്റെ പാത്താണ്. ഇതുപോലെ പണ്ട് കാലത്ത് ആദിമ യുഗത്തിനകത്ത് നമുക്കിന്ന് ഒരു ഹ്യൂമൻ കപ്പാസിറ്റിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുകയും അവരതിനെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ വേദങ്ങളിലുണ്ട്. അതിൽ പോലും നമ്മളിപ്പോൾ വീണ്ടും റീലോഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൽ റീലോഞ്ച് ചെയ്തിട്ട് വേണ്ടേ അടുത്ത മേഖലയിലേക്ക് കയറാൻ. അപ്പം അന്ന് അവർ അത്രയും എക്സ്പോസ്ഡ് ആയിരുന്നു. അതിനേക്കാൾ കാര്യങ്ങൾ കിടപ്പുണ്ട് എക്സ്പോസ് ചെയ്യാനായിട്ട്. ഇന്ന് നമ്മൾ വീണ്ടും റിവേഴ്സ് ഗിയറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നിഷ്ടം മാത്രം, സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ഇതിനെല്ലാം അടച്ചു വെച്ചേക്കുക. സോ വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ മാറ്റി ഇനി ഫോർവേഡ് ഗിയർ ഇടണം. ഫോർവേഡ് ഗിയർ ഇട്ടിട്ട് പണ്ട് കാലത്ത് ആൾക്കാർ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് വീണ്ടും ഇനി മുന്നോട്ട് യാത്ര കിടക്കുക. അതിനകത്തോട്ടും പോകുന്നില്ല. അയ്യോ, ഒരുപാട് അത്ഭുതങ്ങളാ. ഒരുപാടുണ്ട്. കാരണം ഇനിയെങ്കിലും ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറണം. ഞാനും എൻ്റെ മക്കളും. അച്ഛാ, അതൊരിക്കലും എനിക്ക് മനസ്സിലായത്, ഞാനും എൻ്റെ മക്കളും പറയും, ഈ മക്കൾ തന്നെ അവസാനം പണി നിന്നിട്ട് പോകുന്നതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ സ്വാർത്ഥത തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഈ ചിന്താഗതി മാറുന്ന അടുത്ത ചിന്താഗതി എന്താ? ഞാനും എൻ്റെ പള്ളി. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ ഡെവലപ്പായി. അത് കഴിഞ്ഞാൽ ഞാനും എൻ്റെ കമ്മ്യൂണിറ്റി. ഇതാ ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്ത ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അവര് മരണം, പിന്നെ എല്ലാം വിട്ടു പോകുമ്പോൾ പിന്നെ മരണം മാത്രം. കർത്താവും ഞാനും, നീ അങ്ങ് പോയാൽ മതി. ഇന്ന് ഞാൻ കാണുന്നതൊക്കെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള റിലേഷനിൽ നിൽക്കുന്ന ആൾക്കാർ ഇതാണ്. എനിക്ക് എൻ്റെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉദ്ധരിക്കണം. അത് കമ്മ്യൂണിറ്റി വരെ എത്തിയിട്ടുള്ള, എൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. അപ്പോൾ കുടുംബത്തിൽ ചിന്താഗതിയിൽ നിന്ന് അടുത്ത്, അത് കഴിഞ്ഞ് അടുത്ത് കമ്മ്യൂണിറ്റി വരെ എത്തി. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള സമയമില്ല. അപ്പോഴത്തേക്കും ഗ്യാസ് പോകാറാവും. അതെ,
സോ അവിടെ ഈ കുടുങ്ങിക്കിടക്കുന്നതിനകത്തുനിന്ന് വെളിയിൽ വരണം. അത് എനിക്ക് കഴിഞ്ഞ മാസമായിരുന്നു അച്ഛനോട് അന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അത് ആ ഒരു മാസമായിരുന്നു എനിക്കത് ഇങ്ങനെ റിവീലായി വരും. അച്ഛാ ഞാൻ തുടങ്ങിയത് വെറും ഒരു മൈൻഡ് എന്ന് വെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾ. പക്ഷേ സംഭവം എനിക്ക് പ്രത്യേകിച്ച് ഇതിലേക്ക് മുങ്ങി കുളിക്കണമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഇത് സത്യം പറയട്ടെ, ഇത് ഞാനായിട്ട് വന്നതല്ല, ആരോ വരുത്തിയത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും സാഹചര്യം എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ആ ലൊക്കാലിറ്റി, എനിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള, എന്നെ പ്രത്യേകിച്ച് വലിയ വിലയൊന്നും തരാതിരുന്ന് അങ്ങനത്തെ മൊത്തം എതിര് തന്ന് എന്നെ ഒരു വേറൊരു സാധാരണ അങ്ങനെ ഒരു എതിര് വരുമ്പോഴത്തേക്കും വേറൊരു ലെവലോട്ട് പോകും. എന്ന് വെച്ചാൽ വേറൊരു നെഗറ്റീവ് ചിന്ത. ഇത് അങ്ങനെയല്ല, പോസിറ്റീവ് ചിന്തയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവിലുള്ളതുമല്ല, ഇത് വേറൊരു ലെവലോട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് മാനിഫെസ്റ്റേഷൻ തുടങ്ങി ആഗ്രഹം. പക്ഷെ പിന്നെ അതങ്ങനെ കൊണ്ടുപോയി ആഗ്രഹം ഇരിക്കട്ടെ, ബാക്കി നിനക്ക് മറ്റേതോടെ തരാമെന്ന് പറഞ്ഞ് എന്തോ എന്നെ എങ്ങനെ കൊണ്ടുപോവാ. ഇതെന്നെ ഇനി അടുത്ത ഘട്ടം ജോയിൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരുപക്ഷെ ജോയിൽ എടുത്തു വെച്ചിരിക്കുന്ന മാനിഫെസ്റ്റേഷനും പ്രൊക്ലമേഷനും എല്ലാം പേഴ്സണൽ ലെവലുള്ള കാര്യങ്ങളാകാം. ഓക്കെ, ഒരു മെജോറിറ്റി ആകാം. ഓക്കെ, അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ സക്സസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആകാം. അടുത്ത ഘട്ടത്തിനകത്ത് ഈ പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളിനകത്തേക്ക് ജോലിനെ പൊട്ടിച്ചു കൊണ്ടുപോകും. അപ്പം നമ്മുടെ പേഴ്സണൽ ലീഡ് എന്നുള്ളത് മാറിയിട്ട് അടുത്ത് ഒരു പ്രപഞ്ച നിയമത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ നമ്മളെ മാറ്റും. ഇപ്പോൾ പണ്ടുള്ള ഇതിഹാസ പുരുഷന്മാർ, പിന്നെ പരശുരാമനോ ശ്രീകൃഷ്ണനോ അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ, പിന്നെ അടുത്ത പിന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ജീസസ് ക്രൈസ്റ്റോ മുഹമ്മദ് നബിയോ അങ്ങനെയുള്ള വ്യക്തികൾ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സദ്ഗുരുവോ ശ്രീ രവിശങ്കറോ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള ചിന്തിക്കുന്ന വ്യക്തികൾ. സോ ഓരോ യുഗത്തിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ അവരുടെ പേഴ്സണലായിട്ടുള്ള ഡ്രീംസിനകത്തുനിന്ന് പൊട്ടിച്ച് അവർ യൂണിവേഴ്സൽ ഫാക്ടറായിട്ട് അവർ യൂണിവേഴ്സ് തന്നെ മാറ്റും. കാരണം യൂണിവേഴ്സ് ഇങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. യൂണിവേഴ്സിൻ്റെ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ ആ വൈബ്രൻസി, ആ ഒരു വേവ് ലെങ്തിലുള്ള വ്യക്തിയെ കിട്ടുമെന്ന് പ്രപഞ്ചം തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സോ അങ്ങനെ ഒരു വ്യക്തി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും കൂടുതലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും അവസരങ്ങളും പ്രപഞ്ചം തന്നെ ഒരുക്കി കൊടുക്കും. സോ അവരെ യൂണിവേഴ്സൽ ഫാക്ടറായിട്ട് യൂണിവേഴ്സ് മാറ്റും. ഓക്കെ, ഇന്ന് സദ്ഗുരു സംസാരിക്കുന്ന കാര്യങ്ങൾ ഇറ്റ്സ് നോട്ട് ഫോർ ഹിം. സദ്ഗുരുവിൻ്റെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടല്ല സദ്ഗുരു സംസാരിക്കുന്നത്. ഈ സ്റ്റാൻഡിങ് ഫോർ ദ യൂണിവേഴ്സ്. അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഓക്കെ, ഒരു വലിയൊരു ജനസമൂഹത്തെ ഉദ്ധരിച്ചിട്ട് അങ്ങനെ പേഴ്സണലി എന്തെങ്കിലും അച്ചീവ്മെന്റ് കിട്ടും? ഇല്ല. സമ്പാദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുണ്ട്, സമ്പാദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞാൽ പിന്നെ സമ്പാദ്യത്തിന് അർത്ഥമില്ല. അപ്പം സദ്ഗുരുവിൻ്റെ ആ സമ്പാദ്യം എന്നുള്ളതിൽ കവിഞ്ഞ് അദ്ദേഹം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പാണ്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സോയിൽ സ്ട്രൈക്കും നദികളുടെ നവീകരണത്തിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. സോ അദ്ദേഹം തുടങ്ങിയത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തുടങ്ങിയത്, പോസിറ്റീവായിട്ടുള്ള കാര്യം വെച്ച് തുടങ്ങി. ആ കാര്യത്തെ പിന്നെ എന്ത് ചെയ്തു? പ്രപഞ്ചം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് എക്സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. സോ നൗ ഹീസ് എ യൂണിവേഴ്സൽ ഫാക്ടർ. സോ സെയിം വേ നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആകാം. പക്ഷെ പതിയെ പ്രപഞ്ചം എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു കിട്ടിയാൽ, പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ആകുന്ന വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ പ്രപഞ്ചം തന്നെ നമ്മളിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പാൻഷൻ കൊണ്ടിടും. അതാ നിനക്കും എപ്പോഴും ഇങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം. സോ അത് പ്രപഞ്ചം നിന്നെ പുഷ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് എൻ്റെ അനുവാദം പോലും ചോദിക്കാതെ പലതും എന്തോ ഇപ്പം ഒരു പക്ഷെ പ്രപഞ്ചം മാത്രമല്ല. നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു തെങ്ങിൻ്റെ അനുവാദം ചോദിച്ചിട്ടാണോ തേങ്ങ കായ്ക്കുന്നത്? പ്രപഞ്ചം കുറേ പിന്നെ കാര്യങ്ങൾ ആ തെങ്ങിന് പ്രൊവൈഡ് ചെയ്തിട്ട് നിനക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങ കായ്പ്പിക്കാം. അടുത്ത തെങ്ങിൻ്റെ പോയി ചോദിക്കും, നിനക്ക് ഇഷ്ടമുണ്ടോ? എങ്കിൽ തേങ്ങ കായ്പ്പിക്കും. അങ്ങനെയാണോ? അല്ല. അതൊരു യൂണിവേഴ്സൽ നീഡാണ്. ആ തെങ്ങിലൂടെ അതിനാവശ്യമായ തേങ്ങ കായ്പ്പിക്കുക എന്ന് പറയുന്നത്. സോ ഇതുപോലെ ജോയൽ എന്ന് പറയുന്ന വ്യക്തിക്കകത്ത് ഡെവലപ്പാകുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് കാണുമ്പോൾ പ്രപഞ്ചം അടുത്ത ഘട്ടത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കും. അത് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ എല്ലാ കാര്യത്തിനകത്തൊരു ട്രയാങ്കുലർ ഫോമുല പറയും. സോ ഇതുപോലെ ഈ പ്രപഞ്ചത്തിനകത്തുള്ള ഒരു ട്രയാങ്കിൾ ഫോമുലയാണ് സൃഷ്ടാവ്, പ്രപഞ്ചം, മനുഷ്യൻ. ഇതാണ് ഒരു ട്രയാങ്കിൾ. ഇതിന് മൂന്നിനും ഈക്വൽ ഫോഴ്സാണുള്ളത്. ഓക്കെ, പ്രപഞ്ചം വലുതാണ്. പ്രപഞ്ചത്തെക്കാളും വലുതാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടാവ് നിൽപ്പുണ്ട്, പ്രപഞ്ചം നിൽപ്പുണ്ട്. അവർ രണ്ടുപേരും കാണുന്നത് ജോയൽ എന്ന് പറയുന്ന വ്യക്തിയെ അവരോളമാണ്. അവരെ പോലെ തന്നെയാണ് അവരും കാണുന്നത്. അത്രയും പൊട്ടൻഷ്യലാണ് അവർ ഒരു പേഴ്സണ് തന്നിരിക്കുന്നത്. സോ ഇതൊരു ട്രയാങ്കിൾ ഫോമുലയാണ്. സോ സൃഷ്ടാവും പ്രപഞ്ചവും ഒരു വ്യക്തി ആ സൃഷ്ടാവിനും പ്രപഞ്ചത്തിനും അകത്തുള്ള ഫ്രീക്വൻസിക്കകത്ത് കണക്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ദിസ് പേഴ്സൺ ഈസ് ഈക്വലന്റ് ടു ഗോഡ്. ദിസ് പേഴ്സൺ ഈസ് ഈക്വലന്റ് ടു ദ യൂണിവേഴ്സ്.
യൂണിവേഴ്സിനകത്ത് ഒരു ലോകം സൃഷ്ടിക്കാൻ ഈ മനുഷ്യന് കഴിയും. ബട്ട് ആ ഫ്രീക്വൻസി കറക്റ്റ് ആയിരിക്കണം. അല്ലാത്തവനെ വളർത്തത്തില്ല. അല്ലാത്തവന് 60, 70, ഏറിയാൽ 80, അതോടുകൂടി അവൻ്റെ കഥ കഴിയും. ഓക്കെ, അവൻ്റെ കാഴ്ചപ്പാട് അത്രയൊക്കെ ഉണ്ടാവും. പക്ഷെ വേറൊരു വ്യക്തി യൂണിവേഴ്സൽ ഫാക്ടറുമായിട്ട് അലൈൻഡായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ യൂണിവേഴ്സ് എടുത്തുയർത്തും. അവൻ്റെ എല്ലാ പേഴ്സണൽ നീഡും യൂണിവേഴ്സ് തന്നെ ചെയ്തു കൊടുക്കും. ഓക്കെ. അച്ഛാ, ഇപ്പോൾ എൻ്റെ കൺട്രോളിൽ നിന്ന് അങ്ങ് ഇപ്പം പണ്ടാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഉറങ്ങിക്കിടക്കുമ്പോഴോ ഭയങ്കര ഇത് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നേരെ എന്തോ ഒന്ന് ഡീൽ ചെയ്യുന്നു. ഇതെല്ലാം അങ്ങ് ഏറ്റെടുക്കും. ഇപ്പം ഞാൻ ഏറ്റെടുത്ത സാധനങ്ങളെല്ലാം അതങ്ങ് ഏറ്റെടുത്തിട്ട് അതങ്ങ് ചെയ്യും. അതെ, ഒരു ലെവൽ കഴിയുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ. ഒരു ലെവൽ വരെ നമ്മളതിനെ താലോലിക്കണം. ഒരു ലെവൽ കഴിയുമ്പോൾ അത് നമ്മളെ താലോലിച്ച് നമ്മളത് സ്വയം പര്യാപ്തത്തിലേക്ക് കൊണ്ടുവന്നോളൂ. അത് വിശ്വാസം പോലും ഏറ്റെടുക്കാൻ നമ്മളിപ്പം 8 വിശ്വാസം ഉണ്ടല്ലോ, അതുപോലും ഇനി അതിന്റെ ആവശ്യം പോലും ഇല്ല. അയ്യോ, അതങ്ങ് പിന്നെ അതങ്ങ് ഡീൽ ചെയ്യുക മൊത്തം. അത് അങ്ങനെ അത് ഇതിനകത്തുള്ളൊരു പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ ഒരു റൂളാണ്. ഓക്കെ. അതുവരെ ഇപ്പം എല്ലാവരും പറഞ്ഞ എന്ന് വെച്ചാൽ ഭയങ്കര ബിലീഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് നേരെ ഇവർ ഈ പറഞ്ഞ തിയറി എല്ലാം പൊളിച്ചെഴുതുന്ന രീതിയിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഓരോ കാര്യം ഞാൻ കാണുന്നത്. ഇപ്പം ബിലീഫിനപ്പുറമാണ് കാര്യങ്ങൾ. നമ്മുടെ ഒരു എഫേർട്ടിലാണ് ബിലീഫ് എന്നാണ് എല്ലാവരുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ബിലീഫിനും അപ്പുറത്തേക്ക് സത്യം വരാൻ തുടങ്ങിയ ബിലീഫ് എന്ന് പറയുന്നത് ആദ്യത്തെ പ്രാരംഭ പടിയാണ്, ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പിന്നെ ബിലീഫിന് ഒരു പ്രാധാന്യമില്ല. എല്ലാവരും ബിലീഫിനെ കുറിച്ച് അങ്ങ് ഭയങ്കര നോ, ബിലീഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രം, സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണ്. ഓ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സ്റ്റേജ് കൊണ്ട് വിശ്വാസം ബേസിക്കാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ വളരണം. അവിടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് വളരണം. സോ പ്രോഗ്രസീവ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും സോഷ്യൽ ലൈഫ് ആണെന്നുണ്ടെങ്കിലും സ്പിരിച്വൽ ലൈഫ് ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം പ്രോഗ്രസീവാണ്. തുടങ്ങിയതുപോലെ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ ലെവൽ മാറും. പക്ഷേ ആൾക്കാരെ പഠിപ്പിക്കുമ്പം എല്ലാ ആൾക്കാരും ഈ ബേസിക് ലെവലിൽ കിടപ്പുള്ളത് കൊണ്ട് പഠിപ്പിക്കൽ മുഴുവൻ ബേസ് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഈ ഒരു 10,000 പേര് ബേസ് ലെവലിൽ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ വെറും 5 പേരോ 2 പേരോ ആയിരിക്കും ഒരു ഹയർ ലെവലിൽ നിൽക്കുന്നത്. ഈ 2 പേർക്ക് വേണ്ടി ഹയർ ലെവലിൽ നിൽക്കുന്ന 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കലല്ല, പിന്നെ അവർ ഷെയറിങ് ആണ്. അതിന് ആർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ബേസിൽ നിൽക്കുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹയർ ലെവലിൽ നിൽക്കുന്നവർ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരു ടീച്ചിങ് മോഡിൽ താഴെയുള്ള ആൾക്കാർക്ക് കിട്ടത്തില്ല. അപ്പം ജോലിന് എത്താൻ പോകുന്ന ഹയർ ലെവലിനകത്തുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ നോക്കിയാലും കാണത്തില്ല. പോയി അത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ടീച്ചിങ് ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാൻ പറ്റത്തില്ല. നോളജ് ഷെയറിങ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തേ പിന്നെ പോകാൻ പറ്റത്തുള്ളൂ. അത് വേറൊരാളിന് ആപ്ലിക്കബിൾ ആകത്തില്ല. അതുകൊണ്ടാണ് ഷെയർ ചെയ്ത് പോകുന്നത്. നമ്മൾ 2 പേരും ആ ലെവലിൽ നിൽക്കുന്നെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് പോകും. മൂന്നാമതൊരു ആളിനത് കിട്ടത്തില്ല. അച്ഛാ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പണ്ട് അങ്ങനെ കുട്ടികൾ എടുക്കുന്നില്ല. ഈ മാനിഫെസ്റ്റേഷൻ തുടങ്ങിയ പിന്നെ കുട്ടികളങ്ങ് ഭയങ്കരമായിട്ട് ആകർഷണം വന്ന് അവർ കുട്ടികൾ നമ്മളോടങ്ങ് നല്ലപോലെ ഇപ്പം അവർ പ്രത്യേകിച്ച് കാരണം വേണ്ട നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. നമ്മളെന്ന് വെച്ചാൽ നമ്മളെ വില കുറച്ച് കാണുമല്ല, നമ്മൾ വിലയുള്ളത് കാണുന്നു. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഓൾറെഡി നമുക്കിപ്പം മ്യൂസിക് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതല്ല എന്തോ ഒന്ന്. കാരണം കുട്ടികളിൽ ഈ നെഗറ്റിവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കുറവായിട്ടായിരിക്കുന്നത്. കൂടുതൽ അവരിൽ പോസിറ്റീവ് വൈബായിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് വൈബായതുകൊണ്ട് ആ ഫ്രീക്വൻസിയുമായിട്ട് ഇവർക്ക് പെട്ടെന്ന് മാച്ച് ആകാൻ പറ്റും. അവരിൽ മറ്റേ കളങ്കം കയറിയിട്ടില്ല, നെഗറ്റിവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കയറിയിട്ടില്ല. ഉണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ കൂടുതലും അവരിരിക്കുന്ന പോസിറ്റീവ് ആയതുകൊണ്ട് ആ പോസിറ്റീവ് വൈബായിട്ട് അവരെപ്പോഴും പെട്ടെന്ന് കണക്റ്റ് ആവും. ഓക്കെ. അച്ഛാ, വേറൊരു കാര്യം വെച്ചാൽ അച്ഛാ, നമുക്ക് ഈ പ്രായമുണ്ടല്ലോ, ഇപ്പം 40, 45, 50, 60, 70 മധ്യവയസ്സ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിന് വെളിയിലൊക്കെ മാറ്റങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ കണ്ടുവരുന്ന പൊതുവെ എന്താ പിന്നെ ഒരു പുള്ളി ഒരു ഗുണം. പക്ഷേ ആ ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അച്ഛാ ഞാൻ എൻ്റെ മൈൻഡിൽ അങ്ങനെ വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പ്രായം എന്ന് പറയുന്ന സാധനത്തെ ഒന്നെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മുടെ ഈ പ്രായം, ഈ സമയം, ഈ ദിവസം, വർഷം എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങളുടെ കമ്പ്യൂട്ടേഷന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമുള്ളൂ. അങ്ങനൊരു സാധനമില്ല. ചെടികളാകട്ടെ, സസ്യങ്ങളാകട്ടെ, പിന്നെ മരങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, മനുഷ്യനാകട്ടെ, എല്ലാ ജീവജാലങ്ങളുടെയും ലൈഫ് സ്പാൻ എടുത്തു കഴിഞ്ഞാൽ
അതെപ്പോഴും ഈ റിജവനേഷൻ്റെ പ്രോസസ്സിനകത്ത് കണക്റ്റഡ് ആണ്. ഓക്കെ. ജോയൽ എന്ന് പറയുന്ന ഈ ശരീരം ജനിച്ചപ്പോൾ ഇരിക്കുന്ന കോശങ്ങൾ ഒന്നുപോലും ഇപ്പം ഇല്ല, എല്ലാം പുതുതാണ്. 5 വർഷം 10 വർഷം 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഓരോ അവയവങ്ങളുടെയും കോശങ്ങളുടെ മാറിക്കൊണ്ടിരിക്കും. ചില അവയവങ്ങളുടേത് 5 വർഷത്തിലൊരിക്കൽ മാറും, ചിലത് 10 വർഷത്തിലൊരിക്കൽ മാറും, ചിലത് 15 വർഷത്തിലൊരിക്കൽ മാറും. സോ ഓരോ 15 വർഷം കഴിയുമ്പോഴത്തേക്കും ഞാൻ പുതിയതാണ്, എല്ലാ കോശങ്ങളും പുതുതാണ്. സോ ഈ ഒരു തിയറി അറിയാവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എനിക്ക് എൻ്റെ ശരീരത്തെ എപ്പോഴും ആ ഒരു സ്റ്റേജിൽ യുവത്വത്തിനകത്ത് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ആ യുവത്വമൊന്നും പ്രൊഡക്റ്റീവ് എന്നും പറയണ്ട, എപ്പോഴും എന്താ പറയുക പ്രയോജനകരമായ രീതിയിൽ ഹെൽത്തി ആയിട്ട് എനിക്ക് നിലനിർത്താൻ പറ്റും. സോ ഇത് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണ് ഏജിങ്ങിനകത്തേക്ക് പോകുന്നത്. ഓക്കെ, എനിക്കറിയത്തില്ല, അപ്പോൾ ഞാൻ വിടുന്നു, ഏജിങ്ങിനകത്തേക്ക് പോകുന്നു. പക്ഷേ എനിക്കറിയാം, അപ്പം ഞാൻ റിജനറേഷൻ പ്രോസസ്സ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നിലനിൽക്കും. സോ ഇത് ചെടികളിലുണ്ട്. പാമ്പ് നോക്കിയും അത് പീരിയോഡിക്കലി അതിൻ്റെ പടം പൊഴിക്കും. ചിലന്തി, ഞണ്ട്, ഇതെല്ലാം പടം പൊഴിക്കുന്ന രീതിയിലാണ്, നമുക്ക് എവിഡൻ്റ് ആണ്. പക്ഷേ നമ്മളെപ്പോലുള്ള വ്യക്തികളുടെ ഡെഡ് സെല്ല് മാറിപ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല, കാണാൻ പറ്റത്തില്ല. ഓക്കെ, ചിലപ്പോൾ അറിയാൻ പറ്റുന്നത് എനിക്കിപ്പോൾ സ്കിൻ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. ഇത് സ്കിൻ പൊട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എനിക്ക് കാലാവസ്ഥ വ്യത്യാസം വരുമ്പോൾ വരും, 2 ചില സോപ്പുകളുടെ അലർജിയിൽ വരും. ഇങ്ങനെ പൊട്ടിപ്പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓൾഡ് സ്കിൻ പോയി ന്യൂ സ്കിൻ വരുന്നുണ്ട്. പക്ഷെ അല്ലാത്ത രീതിയിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, നമ്മുടെ സെല്ല് മാറിപ്പോകുന്നത് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ചില ജീവജാലങ്ങൾക്ക് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഓരോ ജീവികൾക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഒരു റിജവനേഷൻ പ്രോസസ്സ് അകത്ത് നടക്കുന്നുണ്ട്. നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ആ രീതിയിൽ നിലനിർത്താൻ പറ്റും. അപ്പം ഏജ് എന്ന് പറയുന്നതും ടൈം എന്ന് പറയുന്നതും ഈ കാലങ്ങളെന്ന് പറയുന്നതൊന്നും ഇല്ല. സത്യം പറയുന്നത് മായയാണ്. അത് വെറും ഒരു ലൂപ്പാണ്, അത്രയേ ഉള്ളൂ. അതെ അച്ഛാ. ഒരു ഇപ്പം ഒരു തുരും പഠിക്കാത്ത ഒരു സ്റ്റീല്, അത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റീലായിട്ട് തന്നെ എന്ന് വെച്ചാൽ തുരും പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നല്ല സ്റ്റീലായിട്ട് തന്നെ. അത് തുരും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പ്രയോജനമില്ല. ശരിക്കും ഈ പ്രായം എന്ന് പറഞ്ഞാൽ തുരുമ്പല്ലയോ? ശരിക്കും നമ്മുടെ മനസ്സിനകത്ത് വരുന്ന തുരുമ്പാണ്, നമ്മുടെ മനസ്സിനകത്ത് വരുന്ന തുരുമ്പാണ് നമ്മുടെ ശരീരത്തിന് റിഫ്ലക്റ്റ് ആകുന്നത്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രായം നമ്മൾ നോക്കി കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു സാധനം നമുക്ക് തിരിച്ചും റിവേഴ്സ് ആക്കാൻ പറ്റും. റിവേഴ്സ് ആക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഇതിനുള്ള ആഗ്രഹം, ഡീപ്പ് ഡിസയർ ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള മുഖാന്തരങ്ങൾ, അതിനുള്ള വഴികൾ പ്രപഞ്ചം തന്നെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ എൻ്റെ ലൈഫിനകത്ത് നടന്ന ഒരുപാട് ഇൻസിഡൻറ്റുകൾ വെച്ചിട്ട് എനിക്കിതും പറയാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പം ഈ ബോഡി കോൺഷ്യസിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ അറിവുകളുടെ കാര്യമാണ് പറയുന്നത്. സോ ക്രിസ്ത്യാനിറ്റിക്കകത്ത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡീപ്പ് ഡിസയർ ഇട്ടിപ്പോൾ ഇറങ്ങി നിന്നപ്പോൾ ഇങ്ങോട്ട് വരുക കാര്യങ്ങൾ റിവീലായി കിട്ടുക. ഇതിപ്പോൾ അടുത്ത് ഞാൻ ഹൈന്ദവ മതത്തിനകത്തുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡിസയർ ഇട്ട് നിൽക്കുമ്പോൾ ഞാൻ പോയി കുത്തിയിരുന്ന് കണ്ടുപിടിക്കണ്ട, ഞാൻ ഇറങ്ങി നടന്ന ആൾക്കാരുടെ അടുത്ത് പോയി ചെന്ന് എക്സ്പ്ലോർ ചെയ്യണ്ട. അങ്ങനെയുള്ള വ്യക്തികളെ എൻ്റെ അടുക്കിലേക്ക് പ്രപഞ്ചം ആകർഷിച്ച് കൊണ്ടുവരുവാണ്. സോ അവിടെ ഇത് റിവീലാകപ്പെടുകയാണ്. സോ ഇത് ഡിസയർ ഇട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് എൻ്റെ മുമ്പിൽ വരുന്നത്. ഈ അൺഫോൾഡ് ചെയ്ത് എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാനിത് ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ ഗുണമുണ്ടോ? ഇത് റിവീലാക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഞാനിത് റിവീലാക്കണം, അടുത്ത തലമുറയെങ്കിലും പൊട്ടത്തനത്തിന് വീഴരുത്. ഓക്കെ.